ധർമ്മസ്ഥലയിൽ SITയുടെ തുടർ നീക്കം ഇനി എന്തായിരിക്കും? ഒന്നാം ഘട്ട പരിശോധന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ അപ്രതീക്ഷിത നടപടികളുണ്ടാകുമോ? തിരച്ചിൽ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് സൂചന. സർപ്രൈസ് സ്പോട്ടുകൾ ഉൾപ്പെടെ 17 ഇടത്താണ് ഇതുവരെയും മണ്ണ് കുഴിച്ച് തിരച്ചിൽ നടത്തിയത്. എന്തെല്ലാം തെളിവുകൾ ലഭിച്ചു എന്നതിൽ ഇതുവരെയും SITയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അതിനിടെ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേസിലെ പ്രധാന സാക്ഷി പറഞ്ഞു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് മുഖ്യ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. മലയാളി പെൺകുട്ടിയെ ഉൾപ്പെടെ താൻ സംസ്കരിച്ചിട്ടുണ്ടെന്ന് ഓൺലൈൻ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ തൊഴിലാളി പറഞ്ഞു. ബാഹുബലി ഹിൽസിന് സമീപമായിരുന്നു മൃതദേഹം മറവ് ചെയ്തത്. ഇവിടെ 20ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ SITയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രദേശത്ത് 4 അടിയിലധികം കല്ലും മണ്ണും നിക്ഷേപിച്ചതായി കണ്ടെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമായി. പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തണമെന്നും സാക്ഷി ആവശ്യപ്പെട്ടു. ದೇಶಕ್ಕೆ ಎತ್ತರದಿಂದ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಬಿದ್ದೋಗ್ತದೆ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಮಣ್ಣು ತೆಗೆಯೋದು ಬಾಕಿ ಆಗಿತ್ತು. ಅದು ಗ್ಯಾಸ್ ಎಲ್ಲ ತೆಗೆಸಿ ಸುತ್ತವಾಗಿ ತೆಗೆಸಿದ್ರೆ ಅದು ಸಿಕ್ಕಿತ್ತು. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಎಲ್ಲ ಹಾಕಿ ಉಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದಂತು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ, ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ, ಆ ಹುಡುಗಿ ಶವವನ್ನು ಹುಡುಗಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟಕ್ಕೆ ಹೋಗ ನಮ್ಮನ್ನು ಬಾಡಿಗೆ ಜೀಪಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം വനമേഖലയിൽ 15 വയസ്സുള്ള പെൺകുട്ടിയെ മറവ് ചെയ്തതായും സാക്ഷി വെളിപ്പെടുത്തി. എന്നാൽ പ്രദേശത്ത് വലിയ മരങ്ങൾ വളർന്ന് ഭൂപ്രകൃതിയാകെ മാറിയിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ പറയുന്നു. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടിയിൽ 70ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ റോഡ് നിർമ്മാണത്തിനായും മറ്റും മണ്ണ് നിക്ഷേപിച്ചത് കാരണം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. ഇനിയും കൂടുതൽ സ്പോട്ടുകളിൽ പരിശോധന നടത്താനുണ്ടെന്നും ഇയാൾ പറയുന്നു. ലോഡ്ജിലെ റൂം ബോയ്മാരും മാനേജർമാരുമാണ് മൃതദേഹം തന്റെ അടുക്കൽ എത്തിച്ചത്. ഇവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതിയിൽ രഹസ്യമൊഴിയായി നൽകിയിട്ടുണ്ട്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും സാക്ഷി പറയുന്നു. അതേസമയം കേസിൽ SITയുടെ തുടർ നീക്കം ഇനി എന്ത് എന്നതാണ് പ്രധാനം. ഒന്നാം ഘട്ട പരിശോധന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ അപ്രതീക്ഷിത നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സാക്ഷിയുടെ മൊഴിപ്രകാരം കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ ധരിപ്പിക്കാനാണ് SITയുടെ നീക്കം. അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പോയിന്റ് 6ലും 11ലും ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതിൽ വഴിത്തിരിവാകും. ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശനിയാഴ്ച നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കുവെക്കുമെന്നാണ് സൂചന. അതേസമയം സാക്ഷികളായും തിരോധാന പരാതികളുമായും നിരവധി പേരാണ് ഓരോ ദിവസവും SITക്ക് മുന്നിലെത്തുന്നത്. ജൂലൈ 3-നാണ് മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. ജൂലൈ 4-ന് ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ജൂലൈ 19-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറുകയായിരുന്നു. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല.